ഹായ് ഗൈസ്, കുഞ്ഞാപ്പൂസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഭയങ്കര വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഡേസി ഡംബ്ലിങ്സിൻ്റെ 6ാമത്തെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പോൾ ഷോപ്പ് വന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ പനമ്പള്ളിയിലാണ്. അപ്പോൾ ഇന്ന് ഇനാഗുറേഷൻ ബാക്കി കുറച്ച് നമുക്ക് ഓണറായ ആകാശനോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ ചലഞ്ചുകളൊക്കെ നേരിട്ടിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആകാശനോടൊക്കെ ചോദിക്കാം. പിന്നെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കും. എല്ലാവരെയും ആശംസയും സന്തോഷമൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇനാഗുറേഷൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോവാം. വേനലിൽ പൊള്ളാതെ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരോ, ഞാൻ നിന്നുടെ മാറത്തു മെല്ലെ വേരുകളാഴ്ത്തിടാം, നിൻ ഹരിത പരവതാനിയാവാ. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിയിടും ഞാൻ. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. എന്തിനി വേഗം ഇത്തിരി നേരം, എന്തിനി വേഗം ഇത്തിരി നേരം, പറ്റിപ്പിടിച്ച് ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അവസാനിക്കാൻ നിൽക്കുകയാണ്. നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരോട് നമുക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഗൈസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ പറഞ്ഞോളൂ, എന്താണ് ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡായിട്ട്? ഫേവറേറ്റ് ഫുഡ് ഒബിയസ്ലി സിഗ്നേച്ചർ ഡിഷ് ക്രീമി മോമോസ്. യെസ്, ഓസമാണ്. മസ്റ്റ് ട്രൈ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? യെസ്. അപ്പോൾ ഗൈസ്, ഇവിടെ ആകാശുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയും പിന്നെ എല്ലാവർക്കും വേണ്ടിയും ക്രീമി മോമോസിൻ്റെ റെസിപ്പി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുതരോ? അപ്പൊ ആകാശം, എങ്ങനെയാണ് ഈ ക്രീമി മോമോസിന്റെ ഉത്ഭവം എന്നൊന്ന് പറഞ്ഞുതരാവോ? അതെന്താ വൈബ്? അതായത് ഞങ്ങള് പണ്ട് കൊറോണയുടെ സമയത്ത് മോമോന്റെ ബിസിനസ് തുടങ്ങി. ബിസിനസ് തുടങ്ങിയത് ക്ലൗഡ് കിച്ചൺ തുടങ്ങി. എറണാകുളത്ത് എന്റെ ഫ്രണ്ടിന്റെ ചെയ്ത മോമോസ് മേടിച്ചിട്ട് റീസെയിൽ ചെയ്യണ് ക്ലൗഡ് കിച്ചൺ പോലെ. നമുക്ക് കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഇതിന് കൂടെ കൂടുതൽ ചട്നിയോ മയോണൈസും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. യൂട്യൂബിന്റെ അമ്മയുടെ സഹായത്തോടുകൂടി നമ്മൾ മയോണൈസും ചട്നിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ചട്നിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പൊടിക്കൈകൾ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചട്നി എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയി. അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. ഒരു ദിവസം കുറച്ച് ചട്നി, ക്ലൗഡ് കിച്ചൺ ആണല്ലോ, ബാക്കി സാധനങ്ങൾ വരും, വേസ്റ്റ് വരും. ഒരു ദിവസം യൂണിന്റെ കൊതി കൊണ്ട് ഈ ചട്നി മയോണൈസ് എല്ലാം കൂടി പുള്ളി മിക്സ് ചെയ്ത് വേറെ 2-3 സാധനങ്ങളും കൂടി ബാക്കി കുറച്ച് സാധനങ്ങളും പുള്ളി മിക്സ് ചെയ്ത് ബാക്കി ഓക്കെ എല്ലാം കൂടി മോമോ കൂട്ടി കഴിച്ച്. അപ്പൊ നോക്കുമ്പോ നല്ല ടേസ്റ്റ്. അപ്പൊ ഞങ്ങൾ അതാർക്കും ക്രിസ് ഏഞ്ചൽ DFTയുടെ സ്റ്റാൻഡേർഡ് പുള്ളി കാണുന്നതാണ്. പുള്ളിക്ക് കൊടുത്ത് നോക്കി എന്നിട്ടില്ല. ആ പുള്ളി ഭയങ്കര നല്ല അഭിപ്രായം പറയും. ആയിട്ട് വേറെ ഫ്രണ്ടിന് കൊടുത്തു. ആ കുട്ടി ക്രീമി മോമോ പേര് ഇട്ട് ക്രീമി മോമോ കണ്ടുപിടിച്ചു. കൊള്ളാം കൊള്ളാം കൊള്ളാം, എല്ലാരും കൈയടിച്ചു. ഇനി അവൻ എന്താ പറയാനുള്ളത്? ഹിന്ദി में थोड़ा बात സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് ഒന്ന് ഈ പനമ്പള്ളിയിലൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷോപ്പിൽ കയറി ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ക്ലോസ് ചെയ്യണം. ബൈ.